മഞ്ജുചേച്ചി നമസ്കാരം. അപ്പൊ കുറച്ചിപ്പോ പറയുന്നത് തന്നെ ശമ്പളം കുറവാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ ഇത്ര നാളായിട്ട് വർക്ക് ചെയ്തിട്ടും ഒരു പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അത് എന്താണെന്നറിയാം, ഇപ്പൊ നമുക്ക് മറ്റ് തൊഴിൽ മേഖലകളില് ഒരു ഫിക്സഡ് എമൗണ്ട് സാലറി ഉണ്ടാവും. ഇതിപ്പോ നമ്മുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സിനിമകൾക്ക് സാലറി കുറവായിരിക്കും, ചിലർ നമ്മൾ ചോദിക്കുന്ന സാലറി തരും. പക്ഷെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് സാലറി കുറവാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഫ്രീ ആണെങ്കിൽ, നമ്മൾ മറ്റൊന്നിൽ കമ്മിറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോയിട്ട് അത് ചെയ്യും. അതുകൊണ്ട് സാലറി കുറവാണ് എന്നുള്ള അങ്ങനെയുള്ള ഒരു സംഗതിയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു തോന്നല് എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് സാലറി കുറവായതുകൊണ്ട് മാത്രമല്ല, ഇപ്പോ നമുക്കൊരു തൊഴിൽ സ്ഥിരത ഇവിടെ നിന്ന് കിട്ടില്ല. ഇപ്പോ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ സിനിമയിലാണ് ഇങ്ങനെ ഞങ്ങളെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചത്. ഇപ്പൊ വരുന്ന സിനിമകൾക്കൊന്നും കണ്ട് പരിചയമുള്ള മുഖങ്ങളൊന്നും വേണ്ട. അമ്മ വേണ്ട, അച്ഛൻ വേണ്ട, ആരും വേണ്ട, കുറച്ച് യൂത്ത് മാത്രം മതി. അപ്പോൾ നമ്മളെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട് ഒരു സൈഡിലേക്ക് മാറിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കും സിനിമ ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. സിനിമ വന്നാലല്ലേ, എനിക്ക് റോഡിൽ ഇറങ്ങിയൊന്നും സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. സിനിമ വന്നാലല്ലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരൊരു വിഷമം എപ്പോഴും ഉണ്ട്. അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് മാറി നിന്ന് സിനിമ കാണുന്നുണ്ട്. അവർക്ക് അതിനകത്തേക്ക് എത്തപ്പെടാൻ പറ്റാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു സിനിമ ചർച്ച ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ളവരെ കൂടി പരിഗണിക്കണം എന്നുള്ളൊരു കഴിവുള്ള ആളുകളെ കൂടി പരിഗണിക്കണം. എപ്പോഴും ഈ ഫ്രഷ് ഫേസ് മാത്രം നോക്കിയിട്ട് ഒരു സിനിമ, ഒരു ഇൻഡസ്ട്രി വളർത്തിക്കൊണ്ട് വരാൻ മെനക്കെട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് ജോലിയില്ലാതെ ഒരു ഓരത്ത് മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ 5-10 കുറഞ്ഞാലും എല്ലാവരും വന്ന് ചെയ്യും. കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് കലാരംഗത്ത് സജീവമായിട്ട് നിൽക്കുക എന്നുള്ളത്. ഇല്ല, എനിക്ക് ആരോട് കുഴപ്പമില്ല. ഇത്ര അസോസിയേഷൻ ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളെ പോലത്തെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരൊന്നും പ്രതികരിക്കുക, അവരൊന്ന് റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേറെയാണല്ലേ ഞാൻ ഏതെങ്കിലും ഇപ്പൊ വലിയ വിവാദമൊക്കെ ആവുമെന്ന് എനിക്ക് അറിയില്ല വിൻചേട്ടൻ, എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പൊ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ടെക്നീഷ്യൻസിന്റെ സൈഡിൽ മാത്രമാണ് ഈ അസോസിയേഷനിലുള്ളവരെ വെക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ളൂ. ഏത് സിനിമയിലാണ് ഇന്ന അസോസിയേഷനിലെ അംഗമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രം അഭിനയിക്കണം എന്ന് ഏത് സിനിമയിലാണ് പറയുന്നത്? സിനിമയിൽ ഫുള്ള് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന സിനിമകളുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 30-70 റേഷ്യോ എങ്കിലും വെക്കാമല്ലോ. അങ്ങനെ പോലും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അസോസിയേഷനൊക്കെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉപകരിക്കുന്നുണ്ടാവും. പക്ഷെ അവസരം കൊടുക്കുന്ന കാര്യത്തിൽ അസോസിയേഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അയ്യോ, വിവാദമാണെങ്കിൽ ദൈവത്തിനല്ലോ, എനിക്ക് വയ്യ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ലേ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? ഇല്ല. അല്ല, നേരത്തെ ആണെങ്കിലും ഒത്തിരി ഇതുപോലുള്ള സോഷ്യൽ അതാണ് എന്റെ കുഴപ്പം. ഈ മണിക്കാർക്കിങ്ങനെ ആരെങ്കിലും ഒന്ന് വിളിച്ചേ. അല്ല, ശരിക്കും ഒരു ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമൂഹത്തിന് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചൂടെ? എന്തിനിപ്പോ ഞാനായിട്ട് മാറിയാൽ മതിയല്ലോ. എനിക്ക് എല്ലാരും മാറ്റാനുള്ള കഴിവൊന്നുമില്ല. ഇതൊക്കെ എന്റെ ചിന്തകൾ മാത്രമാണ്. ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കുന്നൊന്നും എനിക്കറിയില്ല. പ്രൊഡ്യൂസറിന്റെ അടുത്താണ്, ഫസ്റ്റ് വെഞ്ചറാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആയാലും. പക്ഷെ പോസ്റ്റർ നോക്കുമ്പോൾ പോസ്റ്ററിലുള്ള ഒരു കഥാപാത്രമല്ലാതെ ബാക്കി കഥാപാത്രങ്ങൾ ആരും പ്രൊമോഷൻ സമയത്ത് വരുന്നില്ല. എന്ത് പറ്റി? അല്ല, അവര്
അവരൊക്കെ കുറച്ച് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഒന്ന് വരാതെ ഞങ്ങൾ മെയിൻ സ്ട്രീം അല്ലേ? അത് അങ്ങനല്ല ഞാൻ പറയുന്നത്, അങ്ങനല്ല ഞാൻ അങ്ങനല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ മെയിൻ സ്ട്രീം അല്ലേ? ആണ്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ പോസ്റ്ററില് നമ്മളെ മെയിൻ ലീഡ് റോള് ചെയ്ത ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. മേ ബി ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് മൈ ടങ്. വേറെ കാര്യമുണ്ട്. ഈ പോസ്റ്ററിൽ ബിനോടിമലിന്റെ എന്റെയും മഞ്ജുവിന്റെ ഒക്കെ പടം പതിക്കത്ത് നിങ്ങളുടെ കുഴപ്പമോ ഡയറക്ടറുടെ കുഴപ്പമോ? അതുകൊണ്ടല്ല നമ്മളെപ്പോഴും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറും ഹീറോ ക്യാരക്ടറും ചെയ്യുന്നവരെയാണ് പൊതുവെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുക. ആസ് ഫാർ ആസ് മൈ നോളജ് ഇസ് കൺസേൺഡ് ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ യൂഷ്വലി നമ്മള് മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ആൾക്കാരുടെ പടം ആണല്ലോ നോർമലി പോസ്റ്ററിൽ ഉണ്ടാവുക. എല്ലാവരുടെയും നമുക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതില് ധർമ്മജൻ ഭായിന്റെയും എല്ലാവരുടെയും റെഡിയാക്കി വെച്ചു. മനസ്സിലായില്ലേ? ഞാൻ മെയിൻ സ്ട്രീമില്ലാത്ത ആളാണോ? മഞ്ജു മെയിൻ സ്ട്രീമില്ലാത്ത ആളാണോ? ബിനോടിമാരി മെയിൻ സ്ട്രീമില്ലാത്ത ആളാണോ? അങ്ങനെ പറയരുത്. മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോ ഞങ്ങളാരായി? ഞങ്ങളിവിടെ നിന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ഈ ഇന്റർവ്യൂല് ഞങ്ങൾ വന്നവര് മാണ്ടന്മാരും ഈ വരാത്തവര് വലിയ ആൾക്കാരുമായോ? അത് പാടില്ല, അത് പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. തെറ്റായ പരാമർശമാണ്. ഇല്ല മഞ്ജു? അതെ, അത് എന്താന്ന് വെച്ചാല് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിന്റെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും വന്നിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സിനിമ അഭിനയിച്ച. എല്ലാരും ഞാൻ ഇതിൽ അഭിനയിച്ച മെയിൻ ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വിളിച്ചു. ഈ പ്രോഗ്രാമിനെ ഞാൻ വിളിച്ചു. എല്ലാരും ഞാൻ അത് ഷുവർ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇത് ചർച്ചയ്ക്ക് ഇപ്പൊ ഇത് ഇവർ എടുത്തത് തന്നെ. അതുകൊണ്ടാണല്ലോ പറയുമ്പോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമവും. അല്ല, അത് ആരെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതെ, കേൾക്കൂ. എന്താന്നറിയോ, ഇതില് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മൾ വെക്കുള്ളൂ. അതാണല്ലോ താങ്കളുടെ ചോദ്യം അതായിരുന്നല്ലോ അല്ലെ? അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത്. ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത് ആളുടെ ഫേസ് ആണല്ലോ നമ്മള് ഇതിൽ ഇടുക ഫസ്റ്റ് പോസ്റ്റർ. പക്ഷെ ഞങ്ങളെ ഓൾറെഡി ഉള്ള സെക്കൻഡ് പോസ്റ്റേഴ്സിലൊക്കെ എല്ലാവരുടെയും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സാറിനോട് ഇതെന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ പരിപാടിയാണ്. പക്ഷെ ഈ ഇകഴ്ത്തിക്കൊണ്ടൊരു സംസാരം ഒന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അല്ല, ഞാൻ പറയട്ടെ ഇതിലെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജില് ഇതിന്റെ കാസ്റ്റിംഗില് ഞാനും കൂടെ ഫുള്ളി ഇൻവോൾവ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിന് പറ്റിയ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് നല്ല പങ്കുണ്ട്. അങ്ങനെ അത് അതിൽ പറയും. നിങ്ങൾ എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുത്ത്. അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരും ആയതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്തതും. സാർ ഇത് പർപ്പസ്ഫുള്ളി പറഞ്ഞതല്ല, ഇതൊരു അറിയാതെ നാവില് വന്നതാണ്. പക്ഷെ അത് കേൾക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവും. അതിവിടെ സംസാരിച്ചത് തീർന്നു. അല്ല, ധർമ്മജൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അല്ല, പോയിന്റ് കറക്റ്റാണ്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കലാകാരൻ ഈ പോസ്റ്ററിൽ വെച്ച ഒരു കലാകാരന്മാരും ഇവിടെ ഈ പ്രൊമോഷൻ വർക്കിന് വന്നില്ല. ഈ സിനിമയോട് ചെയ്യുന്ന ഒരു നന്ദികേടാണ്. കാരണം ഒരു സിനിമ അഭിനയിച്ച വലിയ കലാകാരന്മാർ അവരുടെ സിനിമ വിജയിക്കാൻ വേണ്ടി അവർ ഒരു ദിവസമെങ്കിലും മുടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വരാത്ത ആൾക്കാരാണ്. ഞങ്ങൾ വളരെ ചെറിയ റോളുകൾ അഭിനയിച്ച ആൾക്കാരാണ്. മഞ്ജു, ഞാനും ബിനോടിമാരും അങ്ങനെ പറഞ്ഞോളൂ. അല്ല, പറയട്ടെ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങള് രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ടല്ലോ. ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറയില്ല. ഞങ്ങള് ഒരു സിനിമയ്ക്ക് വിളിച്ച് ഞങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകി തന്ന ഒരു സിനിമയൊക്കെയാണ്. അതിന് ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നു.
ചിലപ്പോൾ അവർക്ക് തിരക്കുണ്ടാവും. പക്ഷെ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് മെയിൻ സ്ട്രീമിലെ ആൾക്കാർ എന്ന് പറയുന്നത്, അപ്പൊ ഞങ്ങൾ മെയിൻ സ്ട്രീമിലെ ആൾക്കാരല്ലാതായി മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻ സ്ട്രീമിലെ ആൾക്കാരല്ലാതാകുകയും അവർക്ക് ഭയങ്കര തിരക്കുകളായി. എനിക്ക് വേണമെങ്കിൽ തിരക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ വരില്ലെന്ന് പറഞ്ഞാൽ മതില്ല, ലെറ്ററോട് പറഞ്ഞാൽ മതില്ലേ, എനിക്ക് ആര് മരിപ്പുണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരുന്നാല് ഇന്ന് ഞാൻ വരില്ല, എനിക്ക് വരേണ്ട കാര്യമില്ല, മഞ്ജുവിന് വരേണ്ട കാര്യമില്ല, ഗിനോടി വലിക്ക് വരേണ്ട കാര്യമില്ല. വരാ ഇരുത്തിക്കൊണ്ട് വരാത്തവരെ പൊഴുത്തി പറയരുതെന്ന് ഞാൻ പറയുന്നു. അല്ല, ഞാനാരും കൊഴുത്തില്ലല്ലോ. അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നായികയുടെ എനിക്ക് എന്തായാലും സമാധാനമായി. ഞാൻ പറയുമെന്ന് അറിയാലോ. ഇത്ര വർഷമായിട്ട് ഞാൻ പറയാം. അത് ആരുടെ മൊത്തമൊക്കെ തീർച്ചയായും. കാരണം ഒരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ല, പ്രൊമോഷൻ ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് മാറ്റണം. പക്ഷെ അതൊക്കെ ഉള്ളതാണ്, പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള കരാറിലുള്ളതാണ്, അത് വരേണ്ടതാണ്, സത്യമായിട്ട് വരേണ്ടതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നിയമപരമായ അസോസിയേഷൻ കംപ്ലൈന്റ് ചെയ്യാൻ താങ്കൾ ശ്രമിച്ചോടെ പ്രൊഡ്യൂസർ? ഞാൻ പറഞ്ഞേക്ക് ഞാൻ ഇന്ന് 2 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട ഒരാളാണ്. ബ്ലോക്കിൽപ്പെട്ടപ്പോ ഇതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന നടൻ സൈഡില് കാറായിട്ട് നിൽക്കും. ഞാൻ നോക്കിയപ്പോ ഞാൻ ഓടി ആ കാറിൽ കയറി. ഞാൻ പറഞ്ഞു, നീ എവിടെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ പാളയം ബിസിയുടെ ഇതിന് പോകുന്നു. ചേട്ടൻ എവിടെ വന്നു? ഞാൻ പ്രായത്തിലേക്ക് മറ്റേ ഷൈനികത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്, അല്ല അവന്റെ ബർത്ത്ഡേ ആണ്, അവിടെ പോകുന്നു. അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ലേ? അവിടെ വരണം, ചേട്ടനെ വിളിച്ച് പ്രധാനപ്പെട്ട സിനിമയാണ്, ഞാൻ പോസ്റ്റർ കാണിച്ചു കൊടുത്തു, ഇത് വരണം, വരാം ഒക്കെ പറഞ്ഞിട്ട് വിട്ടു. നമ്മളിങ്ങോട്ട് പോയി. അപ്പൊ എന്നെ പുള്ളി അങ്ങോട്ട് വിളിക്കുവോ? ഞാൻ പറയുന്നില്ല, ഇപ്പൊ തന്നെ ഓൾറെഡി വൈകി, 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് വൈകി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് അനിൽസാറിന്റെ പടത്തിന്റെ പരിപാടിക്കാണ് പോകുന്നത്. അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരുന്ന കുറേ ആൾക്കാർ, അവര് ആത്മാർത്ഥത ചെറുതായിട്ടെങ്കിലും ആ നടൻ കാണിക്കലായിരുന്നത് പറഞ്ഞാൽ എനിക്ക് വളരെ അടുപ്പമുള്ള നടനാണ്. പക്ഷെ അങ്ങനെ പോലും നമ്മളിവിടെ വന്നിട്ട് ഇല്ലാത്ത നടന്മാരെ പറ്റി സംസാരിക്കുമ്പോഴാണ് വിഷമം. അല്ല, ആദ്യം തന്നെ ഞാൻ പറയണ്ടേ, ഞാൻ ഇല്ലാത്ത നടന്മാരെ പറ്റി ഒന്നും പറഞ്ഞില്ല ധർമ്മജ. കാരണം ഇവര് ചോദിച്ച ഉത്തരം ഈ പോസ്റ്ററിലുള്ള നടന്മാരെവിടെ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത വേർഡ് യൂസ് ചെയ്തതിൽ ഐ സെഡ് ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. അത് ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു കേട്ടോ. ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ഇവിടെ വന്നതിലും ഇതിൽ സഹകരിച്ചതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വന്ന് ഒരു പടം എടുക്കുന്ന ആളാണ്. ഫസ്റ്റ് ടൈമാണ്. എൻ്റെ പ്രൊഫഷൻ സിനിമയല്ല. ഞാൻ എൻ്റെ മെയിൻ പ്രൊഫഷൻ ഐ എം എൻ ഓർത്തോപെഡിക് സർജൻ. അപ്പൊ ഞാൻ ഇതിനൊരു പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിച്ചേർന്നതും. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസറും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാൻ പറ്റും, ഞാൻ ഇതിൽ വെറൊരു പ്രൊഡ്യൂസറുടെ റോള് മാത്രമല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാ ആസ്പെക്ട്സിലും ഞാൻ ഡയറക്ടറോട് സഹകരിച്ച് ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ചോദ്യം എന്തായിരുന്നു, ഈ പോസ്റ്ററിൽ ഉള്ള ആൾക്കാർ എവിടെ പോയെന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാനിത് പറഞ്ഞത്, മനസ്സിലായില്ലേ? അവർക്ക് തിരക്കായിരിക്കാം, എന്താണെന്ന് എനിക്ക് അറിയില്ല. എല്ലാരെയും ഒരേപോലെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതില് നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലിനെ ഞങ്ങൾ 2 പേരും കൂടെ ക്ഷണിച്ചു. ഇന്നൊരു ഡേറ്റ്, ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഒരാളുടെ ഡേറ്റിനനുസരിച്ചാണ് ഞാൻ കോർഡിനേറ്റ് ചെയ്തത്. കാരണം മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില റോളുകൾ ഉണ്ടാവുമല്ലോ, അവരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? പറഞ്ഞു വന്നപ്പോൾ മെയിൻ സ്ട്രീം പറഞ്ഞു പോയെന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ചിലപ്പോൾ ചെറിയൊരു സ്ലിപ്പ് തെറ്റാണ്. ഓക്കെ, മനസ്സിലായി? അപ്പം ഈ പരിപാടിക്ക് വന്ന എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാലോ ഇവരുടെ വാല്യൂ ഒന്നും ഒരിക്കലും കുറയില്ല. ഇവരൊക്കെ വളരെ ഇൻഡസ്ട്രിയിൽ വളരെ ബിസി ആയിട്ടുള്ള, വളരെ റിനൗണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ. ധർമ്മജനും, ബിനു അടിമാലി, നിയ, മഞ്ജു, ഇവരൊക്കെ വളരെ എല്ലാ ഹൗസ് ഹോൾഡ്
ദേ ആർ ഓൾ ഹൗസ് ഹോൾഡ് നെയിമാണ് അല്ലേ? ഏതൊരു വീട്ടിലും ഇവരുടെയൊക്കെ പേര് എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളും അവർ ചെയ്ത വർക്കുകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ. പൈസ കൊടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റിന് ഒരു സിനിമ എടുത്തു, അവർക്ക് പ്രതിഫലം കൊടുത്തു, അതിന് പ്രൊമോഷനുള്ള അഗ്രിമെന്റ് എല്ലാം ഉണ്ട്. അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഡബിങ്ങിന് വരുമ്പം ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യാന്നുള്ളതാണല്ലോ പൊതുവെ ഒരു നടപടി. അതാണ് അത് പ്രകാരം നമ്മൾ ഡബിങ്ങിന് വരുമ്പോൾ എല്ലാവരെയും വളരെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ പ്രൊമോഷന് വരേണ്ടത് ഓരോരുത്തരുടെയും ഒരു അവരുടെയും കൂടെ പടമല്ലേ ഇത്, അവർക്കും കൂടെ ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ സിനിമ. അല്ല, അവരാണല്ലോ മെയിൻ ആയിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരാണല്ലോ ശരിക്കും വന്നത് ആ പടം അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അതുവഴി അവർക്കും ഒരു ഇത് കിട്ടുമല്ലേ, ഒരു ശ്രദ്ധ കിട്ടുമല്ലേ. അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ വന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും ഡയറക്ടർക്കും ഇവരെയൊക്കെ ക്ഷണിച്ച് ഇവരെയൊക്കെ ഡേറ്റ് ചാർട്ട് ചെയ്ത് എല്ലാവരുടെയും സൗകര്യത്തിന് ഒത്തൊരു സമയം കൊടുക്കാന്നുള്ളതല്ലേ. വേറെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ടർ സാർ, ഇത് ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു സിനിമയാണോ? അത് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കണ്ടേ? അല്ല, ഇതില് വിവാദമായ കേരളത്തിലെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം അത് നിങ്ങൾ തുടർച്ചയായിട്ട് കാണിക്കാൻ അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കണം അതെന്താണ്. എന്താണ് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? വിവാദമായ ഒരു സംഭവത്തെ കുറിച്ച് പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാവില്ലേ? വിവാദങ്ങൾ നല്ലതാണ്. ഒരു ഭരണപക്ഷത്തിന് ഒരു പ്രതിപക്ഷം നല്ലതാണ്. ഇതിന്റെ പ്രതിപക്ഷ സിനിമയായിട്ട് നിങ്ങൾ എന്നിട്ടുണ്ടാവും. നായികയുടെ അടുത്താണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നായികയെ തുറക്കാൻ ചെയ്ത സിനിമയാണത് പാളയം PC. എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളത്തില് ഇതെന്റെ 3ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് മലയാളത്തിൽ ചെയ്ത് 19 സിജേട്ടന്റെ പേരായിട്ട്. പിന്നെ ഷൈൻ ചേട്ടനോട് ഒരു മൂവി ചെയ്തു. ഇതെനിക്ക് ശരിക്കും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും, എല്ലാ ക്രൂവും, ഡോക്ടറാണെങ്കിലും മല്ലേട്ടനാണെങ്കിലും നമ്മുടെ DOP പ്രദീപേട്ടനാണെങ്കിലും എല്ലാവരും കൂടെ, സ്വരൂപ് കൂടെ ആക്ട് ചെയ്ത എല്ലാവരും, ധർമ്മജേട്ടനോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടായിരുന്നു. എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് പഠിക്കാൻ പറ്റും. നമുക്ക് ന്യൂ കമേഴ്സിനൊക്കെ ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സന്തോഷം തോന്നി. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മൂവീസ് വരുമ്പോൾ ചെയ്യും. മൂവി ഒരു പാഷനാണ്, അല്ലാണ്ട് വെറുതെ ആഗ്രഹത്തിന്റെ പേരിൽ 1-2 മൂവി ചെയ്തിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല. മൂവി പാഷനായിട്ട് എടുത്തു, പ്രൊഫഷനായിട്ട് എടുത്തു. അത് മൂവി എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾസ് വരുമ്പോൾ ചെയ്യാന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കുറെ കോമഡി കഥാപാത്രങ്ങളിൽ നിന്ന് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു സീരിയസ് കഥാപാത്രമായിരുന്നു. കുറച്ചുകൂടെ ജയിലറൊക്കെ വരുമ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ ഇതുവരെ ചെയ്ത കഥാപാത്രം നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അപ്പൊ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്? സീരിയസ് ആണോ അതോ കുറച്ചുകൂടെ കോമഡിയാണ്? അങ്ങനത്തെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇതിനകത്ത് മഞ്ജു പത്രോസിന്റെ ഭർത്താവായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ പിന്നെ ആ വീട്ടിലെ ഗൃഹനാഥന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ഉള്ള ഒരു ഭർത്താവിൻ്റെ വേഷമാണ് ഞാൻ ചെയ്തത്. എന്തായാലും ഭയങ്കര സന്തോഷമുള്ള വേഷമായിരുന്നു. ചില ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇതിൽ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അത് പാളയം PC. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന് മനസ്സിങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ ആകട്ടെ എന്നാണ് ഞാൻ പറയാനുള്ളത്. ചേട്ടൻ തോന്നുന്നുണ്ടോ ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു ഇന്ന കഥാപാത്രം ചെയ്യുമ്പോൾ റിമാർക്കബിൾ ആയിട്ടുണ്ടാവും, അതായത് മനസ്സിൽ തൊടുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. ചേട്ടൻ ചെയ്തിട്ടുള്ള ഇതുപോലെ കഥാപാത്രങ്ങളിൽ ഏതായിരിക്കും ബെസ്റ്റ് എന്ന് പറയാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ? ഞാൻ അങ്ങനെ വലിയ ഭീകര കഥാപാത്രങ്ങളൊന്നും വലിയതായിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് വിഷം കിട്ടിയിട്ടില്ല. ഇപ്പം പാളയം PC ഇതിൽ കുഴപ്പമില്ലാത്ത ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളിപ്പോൾ ഒരു ഡയറക്ടർ വിളിക്കുക, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സെൻസ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ കഥാപാത്രം അയാൾ ചെയ്താൽ നന്നാകും, അല്ലെങ്കിൽ അയാൾക്ക് പറ്റുന്നതാണ് രൂപസാദൃശ്യം. ഇപ്പം അതുകൊണ്ടാണല്ലോ മഞ്ജു പത്രോസിനെ ഈ വേഷം ചെയ്യാൻ വിളിച്ചത്. അപ്പം എല്ലാ രീതിയിലുള്ള ഒരു അല്ലേ അപ്പം അങ്ങനെ വിളിച്ചു. അപ്പം ഡയറക്ടറിന് തോന്നിക്കാണ് ഒരു നട്ടത്തില്ലാത്തവന്റെ വേഷം ഇവന് കൊടുക്കാൻ നന്നായിട്ട്.
തന്നെയല്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക്, എല്ലാവരും പറയുന്നതാണ്, ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, വേദനയായിട്ടും അല്ലാതായിട്ടും. ആ ഏത് റൂട്ടിലും പോകാനുള്ള ഒരു മനസ്സ് അവർ, തമാശക്കാണ് തമാശ, വേദന ഓൾറെഡി ഉള്ളിലുണ്ടല്ലോ. ഇതെല്ലാം കൂടി വരുമ്പോൾ അങ്ങനെ നമുക്കും ആ ഒരു ഭാഗ്യം ഈ വേഷം പുള്ളി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അനിൽ സാർ പറഞ്ഞു. വലിയ സന്തോഷം, നമ്മളെ വിളിച്ചു, അതിലേറെ സന്തോഷം. അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസർ സൂര്യ സാറിനോടും ഡയറക്ടർ അനിൽ സാറിനോടൊക്കെ ഒരു വലിയ താങ്ക്സ് ആണ് ഉള്ളത്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ തട്ടുന്ന അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടൊരു കഥാപാത്രത്തെ വരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ശരിക്കും പറയാം, ഇത്രയും സ്റ്റാർ മാജിക്കിലൂടെ ആയാലും ശരി, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിനുണ്ട്. ചേട്ടൻ ബിനു അടിമാലി എന്ന് പറഞ്ഞാൽ ഓരോ മലയാളികൾക്ക് അത്രയും ഫേവറേറ്റ് ആണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ആ ഇന്ന ആളാണെന്നുള്ള അത്ര ഫേവറേറ്റ് അറിയാൻ പറ്റും. എന്നിട്ട് പോലും സിനിമയിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു വേണ്ട കഥാപാത്രങ്ങൾ നോട്ടബിൾ ആയി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കരുതുന്നത്? ഇല്ല, അത് ഞാൻ ഒരുപാട് സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. എന്നാൽ ചെല്ലുന്ന ലൊക്കേഷനിൽ നമ്മൾ ഒരു അപരിചിതനല്ല. ലൊക്കേഷനിൽ ചെന്നാൽ ഒരുപാട് എക്സ്പീരിയൻസ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പോലെയുള്ള ഒരു പരിചിതമാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പം ഓരോ കാശ് നമ്മുടെ സമയം, എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. സമയം ഉണ്ടാവാം, അല്ലെങ്കിൽ വരാനായിരിക്കാം. അതിനെ കോർത്ത് ഇരിക്കുന്നു. എത്ര നാളായിട്ട് ഇരിക്കാന്നറിയാം. ഇരുന്നിരുന്ന് കസേരയുടെ ചിറ്റാണി വരെ കളിക്കും. അപ്പം ആർക്കെങ്കിലും പിന്നെ സീരിയസ് നല്ല വേഷങ്ങളൊക്കെ കിട്ടിയാൽ എല്ലാം ചെയ്യാനുള്ള ഒരു ഉള്ളിൽ കനലുണ്ട്. ബീഡി ഉണ്ടെങ്കിൽ കത്തിച്ച് വലിക്കാം. പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സംഭവം. ആരും ബീഡിയുമായി വരുന്നില്ല. ഞാനിവിടെ കനലുമായിട്ട് നിന്ന് തീ കാഞ്ഞ് ഒരു കളർ വരെ മങ്ങിപ്പോയി. ഇപ്പൊ ഈ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടും യാതൊരുവിധ നമ്മളെ വിവാദങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അങ്ങനെ തോന്നി. അപ്പൊ പണ്ടുള്ള ബിനു അടിമാലി ഇപ്പൊ ധർമ്മചേട്ടൻ പ്രതികരിച്ച പോലെ സഡൻ ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. അന്നത്തെ ബിനു അടിമാലിയാണോ ഇഷ്ടം, ഇപ്പോഴത്തെ ആളെയാണോ ഇഷ്ടം? പുള്ളി സിനിമയുടെ വേറെ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയല്ല, ഞാൻ ട്രോള് ഏറ്റുവാങ്ങി ഇനി ഒരു ഈ അടുത്ത കാലത്തെങ്ങും ഒരു ആർട്ടിസ്റ്റിന് കിട്ടാത്ത രീതിയിലുള്ള ട്രോളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇവരെല്ലാം കലാകാരന്മാരെല്ലാവരും ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ എന്നാ വന്നാലായിരിക്കും ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. 5 വർഷമായി സ്റ്റാർ മാജിക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓരോ ഷോകളും, ഇതിൻ്റെ ഓരോ ഷോയുടെയും മർമ്മപ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നുമല്ല. അപ്പം നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും കോമഡിയിൽ എന്തെങ്കിലും പറഞ്ഞ് എന്ന് കരുതി അതിനെ ഇട്ട് വറക്കരുത്. കാരണം എല്ലാവരും വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പ്രകൃതി വരെ പല പല റൂട്ടിലൂടെ മാറിക്കൊണ്ടിരിക്കുക. അപ്പം അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും ഇത് വന്നപ്പോഴത്തേക്കും അപ്പം അങ്ങനെ ഓരോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. കലാകാരന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കീറി മുറിക്കരുത്. കാരണം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പണ്ട് ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനൊക്കെ ആണെങ്കിലും എത്ര സിനിമകൾ ഹിറ്റ്. അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല. നമ്മളാ കഥാപാത്രം അല്ലെങ്കിൽ കഥ അതിനുവേണ്ടി മാത്രം, അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക. കാരണം
ഓരോരുത്തരും അത്രയേറെ ബുദ്ധിമുട്ടി പിടിച്ചനങ്ങി കയറി വരിക. ഞണ്ടിന്റെ കൂട്ട് വലിയ താഴേക്ക് ഇടരുത്. ഇതൊരു അപേക്ഷയാണ്. ഇത് ഒരു നമ്മൾ ഒന്നും പറയുന്നതല്ല. ഇത് കേരളത്തിൽ ഒരുപാട്, പിന്നെ ഇപ്പൊ തന്നെ ഒരു അല്ല ഞാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ്, ഞാനത് ഒരുപാട് കലാകാരൻ നിങ്ങളെല്ലാവരും ഒന്നിച്ച് കിട്ടിയപ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതിലൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഒരു ചെറിയ കാര്യം അതിനകത്ത് തിരുത്താനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ബിനോടിമാലിയും ഞാനും മഞ്ജു ഒരേപോലെ തന്നെ ഇരയായിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു പറയും അങ്ങനെ വലിയ ചർച്ചയാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ ഒരു ഇതൊരു ചർച്ച ആവാൻ വേണ്ടിയിട്ട് പറയുന്നല്ല. ഈ ഒരു സദസ്സിലിരിക്കുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ, ബിൻചേട്ടൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷി കുത്താണെന്നുള്ളതുകൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പം ബിൻചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എൻ്റെ നിറത്തിനെയും എൻ്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടുകൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല. എനിക്കത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രമല്ല ബിൻചേട്ടനും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാവും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായി ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം. എനിക്ക് ചുറ്റുമുള്ള ആളുകൾ, ഞാനത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എത്ര പേര് എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും, നമ്മുടെ ഒരു തമാശ പറയുമ്പോൾ പലപ്പോഴും അവന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. പല്ല് പൊങ്ങിയ ഒരാളുടെ തമാശയാണ്, ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില്ല് പൊട്ടിപ്പോന്ന് പറയുമ്പോൾ ആ പയ്യനും ഇരുന്ന് ചിരിക്കുന്നുണ്ട്, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും. ചിലപ്പോൾ എൻ്റെ ഒരു മാനസികമായ അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല. ആക്ച്വലി അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. നാളെ നമ്മൾ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്, ഇപ്പൊ എൻ്റെ മകൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും, അവൻ അതിനെക്കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല, അത് ദൈവത്തിന്റെ ഭാഗ്യം. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് പേടി, ഞാൻ ഫേസ് ചെയ്തതെല്ലാം എൻ്റെ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇത്തരം അപകടം പിടിച്ചൊരു സമൂഹത്തിലേക്കാണല്ലോ അവൻ പോയി പോകുന്നത് എന്നുള്ളൊരു ആവലാതി എനിക്കുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരിൽ നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. ആ ഒരു എന്താ പറയാ, ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് ചിലപ്പോ ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത. ഇത് ഞാനൊരു രക്തസാക്ഷി ആയിക്കൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരം കോമഡികൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനേ പറ്റാറില്ല. ഈ പറയുന്ന നമ്മളൊരു സിനിമ വന്നല്ലോ, അല്ലല്ല കുഞ്ഞിക്കുഞ്ഞൊന്നുമല്ല, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്നില്ലേ തെയ്യത്തിന്റെ ഒരു പടം കാന്താരയില്. ഞാനൊരു റൈറ്റപ്പ് എഴുതിയിട്ടിരുന്നു ഫേസ്ബുക്കില്. ഒരു ചെറിയൊരു ഭാഗം വൈഫിനെയും കൊണ്ട് മാർക്കറ്റില് ഒരു ചന്തയിൽ പോകുമ്പോ വൈഫ് ചിരിക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ഇരുന്ന് വെച്ചത് പല്ല് പൊങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ പറ്റി ആ കൊച്ചിന്റെ കണ്ണ് നിറയുന്നത്. അതൊന്നും ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എനിക്കത് കുഴപ്പമില്ല, ബിനിച്ചേട്ടന് അത് കുഴപ്പമില്ല, മഞ്ജു പത്രോസിന് അത് കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മഞ്ജു പത്രോസിനെയും ബിനിച്ചേട്ടനെ പോലെയും ഈ പറയുന്ന ബിനു അടിമാലിയെ പോലെയുള്ള 100 പേര് നമുക്ക് അപ്പുറമുണ്ട്. എന്നെ പറയുമ്പോൾ അവർക്കാണ് അത് വേദനിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾ കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം എന്ന് ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. വെരി സോറി, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ
നിങ്ങളോട് ചോദ്യം ചോദിച്ചില്ല എങ്കിലും ഞാനോട് പറയുകയാണ്. എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നത്. ഒരു കുട്ടി ഇത് കളർ ആയിട്ടുള്ള കുട്ടിയാണ്, ഒരു കുട്ടി കളർ കുറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് അമ്മക്ക് അച്ഛനും യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലാതെ അവർ ഭയങ്കര കൂട്ടുകാരികളൊക്കെ ഒരു വീട്ടിൽ ജീവിക്കുന്നു, പഠിക്കാൻ പോകുന്നു, ഒരു പ്രശ്നമില്ല. ആൾക്കാർ കാണിക്കുന്നതിന്റെ കഴപ്പ് ഈ ട്രോളന്മാര് മൈരന്മാരോട് ഞാൻ നോക്കാറില്ല. എനിക്ക് ട്രോളന്മാരോട് വലിയ താല്പര്യമില്ല, ഞാൻ നോക്കാറില്ല. അതാണ് പലപ്പോഴും വ്യക്തിഹത്യകളാകുമ്പോഴാണുള്ള ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഞാനൊരു കലാകാരനാണ്, ഞാൻ ടിവിയിൽ വരുന്ന ആളാണ്, സിനിമയിൽ വരുന്ന ആളാണ്. എനിക്ക് ഈ ട്രോളന്മാരെ ഒന്നല്ലെങ്കിൽ ഒരു മാന്യമായിട്ട് ധർമ്മജ ഇങ്ങനെയാണോ എന്ന് നേരിട്ട് എന്നെ വിളിച്ച് പറയുക. അല്ലാതെ വെറുതെ ഒരു റോസാപ്പൂവിന്റെ പടം ഇട്ടിട്ട് എന്നെ തെരുവിട്ട് വല്ല കാര്യമുണ്ടോ? നേരിട്ട് പറയുക, ധർമ്മജ ഇന്നതാണ്, അതെന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, അത് ശരിയായില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് അർത്ഥമില്ല. നേരിട്ട് പറയട്ടെ. ഇപ്പൊ മഞ്ജു പറഞ്ഞ വളരെ കറക്റ്റ് അല്ലേ? മഞ്ജുവിന്റെ കുറിച്ച് എനിക്കറിയാവുന്നതാണ്. എന്താണ് ഇവർക്ക് എന്താ കുഴപ്പമുള്ളത്? ഇവർക്കൊക്കെ എന്താ എന്തിന്റെ നമ്മള് മാനസികാരോഗ്യം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ. ഇങ്ങനെ നോക്കി കണ്ണു വീഴിക്കുകയും ഇങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാനായിട്ട് അപൂർവ ജീവികളൊന്നുമല്ല ആരും. അപ്പൊ അത് തമാശ, നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകള് അനാരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരം കുഞ്ഞു കുഞ്ഞു തമാശകൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇത് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ എന്തും പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്തും പറഞ്ഞതിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അന്ന് എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാബോധത്തിലേക്ക് ഇറങ്ങി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഇത്രയും അപകർഷതാബോധമുള്ളൊരു, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, 10 പേരുണ്ടെങ്കിൽ 7 പേർക്കും ഉണ്ട്. അത് തുറന്നു പറയാത്തതാണ്. തുറന്നു പറയാത്തവർക്ക് വിഷമായതുകൊണ്ട്, അല്ലാതെ നാണക്കേടായിട്ടോ ഒന്നുമല്ല. ഇനിയും കളിയാക്കൽ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള വിഷമമുള്ളത് കൊണ്ടാണ്. പാളയം PC എന്ന സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് കയറി വേറെ ലെവലിലായി. ഇനിയിപ്പോ ട്രോള് വരാൻ നേരത്തെ മഞ്ജുവിന്റെയും എന്റെയും വിനോദി ബാലിന്റെ കഴുത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ പാളയം PC എന്ന സിനിമയുടെ റിലീസിങ് ജനുവരി 5-ാം തീയതി ഇതൊക്കെയാണ്. നല്ലൊരു സിനിമയാണ്. അതെല്ലാം കാരണം ഞങ്ങള് പറഞ്ഞ പ്രകടനങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ളതും തലയിലുള്ളതും തലച്ചോറിലുള്ളതായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. അത് ഇനിയും പറയും. അത് ഇനിയും ഞങ്ങളെ പറ്റി എഴുതി ഇനിയും ഞങ്ങൾ പറയും. അതിന് പേടിയില്ല. അത് ഞങ്ങൾ ട്രോളർമാരെ പേടിച്ചിട്ടല്ല ഇത്ര കാലം ജീവിച്ചത്. മൊബൈലില്ലാത്തവരായിട്ട് ജീവിച്ച് കലാപരിപാടികൾ ചെയ്തു വന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. മൊബൈലില്ലാത്ത ടൈമിൽ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന പരിപാടികൾ ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ടുള്ള ഈ ഇതൊക്കെ വന്നത് അതൊന്നും നമ്മളെ പേടിപ്പെടുത്തുന്ന വിഭവങ്ങളല്ല. എന്നെ ഒരുപാട് പേടി. ഞാൻ കേരളത്തിലെ വിവാദമായ 3 വലിയ കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്. അത് തന്നെ പേടിപ്പെടുത്തിയിട്ടില്ല. പിന്നെ കുറെ ആൾക്കാർ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഞാനിത് ശ്രദ്ധിക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് ട്രോളർമാരും വൈരന്മാരും എല്ലായിടത്തും ധർമ്മജനും പ്രശ്നമില്ല, പിഷാരടിക്കും പ്രശ്നമില്ല. അതൊരു പ്രോഗ്രാം മാത്രം. ആ ധർമ്മജനും പ്രശ്നമല്ല, അതൊരു വേദിയില അല്ല സമൂഹത്തിലല്ല പറയണേ. അതൊരു സ്റ്റേജ് സ്റ്റോറിയുടെ വിജയമായിട്ടാണ് പറഞ്ഞത്. പിഷാരടി ധർമ്മനെ പറയുന്ന ഒരു കോമഡി, അത് ചിലപ്പോൾ പിഷാരടീനെ പറയാൻ ചിലപ്പോൾ അത് കിട്ടില്ല. സലീംകുമാർ ചേട്ടൻ പറയുന്ന ഒരു കോമഡി ഇപ്പൊ വേറൊരു ഫിഗറുള്ള ആള് പറഞ്ഞാൽ അത്രത്തോളം കിട്ടില്ല. ആ രീതിയിൽ കോമഡിക്ക് വേണ്ടി മാത്രം നമ്മൾ തമാശ പറയുന്നു എന്നേ അതിന് ഉദ്ദേശിച്ചു. അല്ലാതെ നമ്മള് പേഴ്സണലായിട്ട് അതിനകത്തൊരു മാറ്റമുണ്ട്. അതായത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരാളുടെ ജനറ്റിക്കലായിട്ട് വരുന്ന ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോമഡി പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അതേസമയം ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്ത് അതിനെ അവതരിപ്പിച്ച് അതിൽ കൈയടി നേടുകയാണെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ സംസാരിച്ചത്. അല്ല, അത് ഈ സ്റ്റേജ് ഷോയിൽ വരുമ്പോൾ സ്റ്റാർ മാജിക്കിലാണെങ്കിലും ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ തങ്കച്ചനാണെങ്കിലും ശ്രുതിയാണെങ്കിലും ഞാനും ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡികൾ നമ്മൾ പറയണത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം.
അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഞാനൊരു കറുത്ത വലിയ കളർ പറഞ്ഞ ആളാണെന്ന് അപ്പൊ അതുപോലെ കളർ പറഞ്ഞ ഒരുപാട് സമൂഹമുണ്ട്. അത് നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തമാശ ഉണ്ടാക്കാം. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ജനുവരി 5 പടം ഇറങ്ങുകയാണ്. അപ്പൊ പ്രേക്ഷകരോട് ഞാൻ മൈക്കില്ലാതെ കഴിയുമ്പോഴാ ഞാനിപ്പോ ആദ്യം നിങ്ങളോട് സംസാരിച്ചതും ഇതല്ല. ഈ ക്യാമറ എടുത്തിട്ട് അടുത്ത ഇനിയിപ്പോ നമ്മളെ വലിച്ചു കീറി പണിയില്ലാണ്ട് അതൊക്കെ ഉണ്ടാവാതെ ഇരിക്കുക. കാരണം ഒരുപാട് ഒരാളുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ സംസാരിച്ചതും അല്ലെങ്കിൽ വേറെ ബോഡി ഷേമിങ് നല്ലൊരു കലയാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾ പ്രേക്ഷകര് ഈ യൂട്യൂബ് ചാനലുകാരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതെന്നുള്ളൂ. അല്ലാതെ വ്യക്തിപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഗിന്നസ് ബക്കർ ചേട്ടനും ടിനി ടോമുമാണ് ഫീൽഡിൽ വന്ന് അവരൊരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കോ ഈ പുള്ളിക്കും അതൊരു കുഴപ്പമല്ല. അതൊരു ഹ്യൂമറിന്റെ ഭാഗം മാത്രം. സ്റ്റേജിൽ വരുന്ന ഷോകളുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ആ വ്യക്തി അങ്ങനെ പറയുന്നതായിട്ട് അതിനെ എടുക്കണ്ട. പിന്നെ അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല അതല്ല അങ്ങനെ പറഞ്ഞ അല്ല വലിച്ചു കീറരുത്. എന്തിനാണ് പുള്ളിനെ ഒരുപാട് വലിച്ചു കയറിയതാണ്. ഇനി പുള്ളി അപേക്ഷിക്കണല്ല, ഇതിന്റെ സത്യാവസ്ഥ ഇതാ. മഞ്ജുരൊക്കെ കേട്ടില്ലേ? നമ്മളെങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇവരോട് അപേക്ഷിക്കാൻ? ഇവന്മാരാരാണ്? നമ്മളുണ്ടാക്കിയ ആൾക്കാരൊന്നുമല്ലോ. പടത്തിനെ പറ്റി ഡയറക്ടറോട് അവസാനിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും പറഞ്ഞത് ഈ സിനിമയെ പറ്റി നല്ലൊരു സിനിമയാണ്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു സിനിമയാക്കാൻ, എൻ്റെ മനസ്സിലുള്ളൊരു സിനിമയാക്കാൻ അങ്ങേയറ്റം സഹായിച്ച എൻ്റെ പ്രൊഡ്യൂസർ ഡോക്ടർ വലിയൊരു പങ്കുണ്ട്. ഡോക്ടർക്ക് തുടക്കം മുതലേ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മേക്കിംഗ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി തന്ന ഡോക്ടർക്ക് വളരെ ഡോക്ടറോട് നന്ദി പറയുന്നുണ്ട്. ജനുവരി 5 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്ന് പ്രേക്ഷകരോട് പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം.